ബിരിയാണി ഇഷ്ടമാണോ? നമുക്കിന്ന് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? അൻവീത് ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാവേ. നമുക്കാദ്യം ബിരിയാണിയിൽ നിന്ന് തുടങ്ങാം. ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അന്നേരം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ അരി ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാവേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അന്നേരം നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത അരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അരി വെന്ത് കഴിയുമ്പോൾ ഒന്നൊന്നിനോട് ചേരാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്തത്. അതിൽ ചോറൊന്ന് വേവട്ടെ. നമുക്ക് ചിക്കൻ കറിയിലേക്ക് പോവാം. എന്നിട്ട് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇടികല്ലിൽ നല്ല വൃത്തിയായിട്ട് പേസ്റ്റാക്കി ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതാ എനിക്കിഷ്ടം. നല്ലതായിട്ട് പേസ്റ്റാക്കി എടുക്കേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ ചിക്കൻ വേവുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല പോലെ കിട്ടും. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അതേപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ കുരുമുളക് പൊടി. ഇത് മിസ്സാക്കരുത് കേട്ടോ, മെയിൻ സംഭവമാണേ. അതിനുശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കണം. അത് ചേർത്തില്ലെങ്കിൽ വേറൊന്നും ചേർത്തിട്ടൊരു കാര്യമില്ല, നല്ല മണമാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒഴിക്കേണ്ടവർക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഓൾറെഡി ചിക്കൻ വേകുമ്പം നന്നായിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 ഒരു 15 മിനിറ്റ് കേട്ടോ. ചിക്കൻ വേവാൻ ആ സമയം മതി. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാം. ഒരു പാൻ എടുക്കുക, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്തു. അതിനുശേഷം കുറച്ച് സവാളയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരം കുഞ്ഞുള്ളി ചേർത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്ന ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറഞ്ഞത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ വേവിക്കാൻ നേരം മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് പിന്നീട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചായിരുന്നു കേട്ടോ. അന്നേരം അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് ആവശ്യമുള്ളവർ മാത്രം പിന്നീട് പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് കൂട്ടുന്നവരാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എരിവും കുരുമുളക് പൊടിയൊക്കെ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുറച്ചുകൂടെ മണത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയിൽ കുറച്ചുകൂടെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണയിൽ തന്നെ അതൊന്ന് പച്ചമണം മാറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം തന്നെ നല്ല പ്രത്യേക ഒരു മണവും സ്വാദും എല്ലാം ഉണ്ട് കേട്ടോ. അന്നേരം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് ഇളക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അന്നേരം കൈവിടാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. വച്ചിട്ട് എങ്ങും പോകരുത്, കരിഞ്ഞു പോവും. അതിന് ആ ഒരു ടേസ്റ്റ് മാറും കറിയുടെ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ വെന്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചതാണ് ഈ ഒഴിച്ചത്. അത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വേറൊരു ടേസ്റ്റ് കിട്ടും. ഓരോ ദിവസം പുതുമയോടെ ആഹാരം കഴിക്കുമ്പോഴല്ലേ ആ ആഹാരത്തിനോട് നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഇഷ്ടം തോന്നത്തുള്ളൂ.
അന്നേരം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധികം ഒന്ന് വെള്ളം ചേർക്കുന്നില്ല ഞാൻ, കാരണം ഒരു തിക്ക് കൺസിസ്റ്റൻസി മതി. കാരണം നമ്മൾ റൈസിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അന്നേരം ചിക്കനൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ ഒരു വെള്ളം മതി കേട്ടോ. അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. ചിക്കൻ ഓൾറെഡി വെന്തയായിരുന്നു. അന്നേരം ഈ ഗ്രേവിയും ഇതെല്ലാം ഒന്ന് ചിക്കനിലൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 മിനിറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അന്നേരം ചിക്കൻ കറി ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ആയാലും ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു സ്വാദും ഉണ്ടായിരുന്നു ചിക്കൻ ചേർത്ത്. ആ മസാലയുടെയൊക്കെ നല്ല സ്വാദുണ്ടായിരുന്നു. അന്നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും കുറച്ച് വേണ്ടവർക്ക് കുറച്ചും ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. നെയ്യിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് മിക്സ് ആകുമ്പോൾ ഉള്ള മണം ഒരു രക്ഷയില്ലല്ലേ. ഇഷ്ടമുള്ളവർ താഴെ നിന്ന് കമൻറ്റ് കേട്ടോ. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. നല്ല നൈസായിട്ട് സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. അധികം കട്ടിയില്ലാതെ നല്ലതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. കരിഞ്ഞു പോവാതെ നല്ല വൃത്തിയായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വന്നതെന്ന്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. ക്യാരറ്റും ബീൻസും കൂടെ ഞാൻ ആ നെയ്യിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ റൈസിൽ ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം വേറൊരു സ്വാദാണ് കേട്ടോ. ബിരിയാണി ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബിരിയാണിയാണോ ഫ്രൈഡ് റൈസ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബിരിയാണിയാണ്. ചില ബിരിയാണികൾ കഴിച്ച് കഴിഞ്ഞാൽ വായിന്ന് ആ സ്വാദ് എങ്ങും പോകത്തില്ല. അതേ സ്ഥലത്ത് തന്നെ പിന്നീട് നമ്മൾ പോകുമ്പോൾ ആ ഒരു സ്വാദ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചില കല്യാണങ്ങൾക്ക് ഞാൻ പ്രധാനമായും പോകുന്നത് അവിടെ ബിരിയാണി ഉള്ളതുകൊണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. എന്താ സ്വാദ്, നല്ല ടേസ്റ്റല്ലേ. പലതരം ബിരിയാണികളുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനെ പല ബിരിയാണികൾ. അതിന് കഥ ഒന്ന് ഷോർട്ട് ബ്രേക്ക് ഇടാം. നമ്മുടെ ചോറൊക്കെ റെഡിയായി, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചോറ് നല്ല ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലൊരു പാത്രത്തിൽ, നെറ്റുള്ള പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ചോറിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. ആ വെള്ളം എല്ലാം ഒന്ന് ഊറിയെടുക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ദമ്മാക്കി എടുക്കാം. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തു. അതിലേക്ക് നെയ്യിൽ വഴറ്റിയ ബീൻസും ക്യാരറ്റും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ സവാള ഈ ഒരു പരുവാകുമ്പം അങ്ങ് വറുത്തെടുത്തേരെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെറുപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണിയിൽ ഈ ഒരു ഐറ്റം മസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ ചിക്കൻ വറ്റി വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ലെയറാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ദമ്മാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പ്രത്യേകം ചിക്കനും ബിരിയാണിയും കൂടെ കഴിക്കാം. എനിക്കേതാ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെപ്പറേറ്റ് കഴിക്കാനാണ്. കാരണം രണ്ടിനും രണ്ട് സ്വാദാണ്. അന്നേരം നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ ചേർക്കാം കേട്ടോ. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം, ഗ്രാമ്പൂ, പട്ട, ഏലം, അതൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനതൊന്നും ആഡ് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് അൻവി ദ ഡ്രീം വേൾഡ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.